വീണ്ടും വാർത്തകളിലേക്ക്. റിപ്പോർട്ടർ ഇമ്പാക്ട്. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്ത് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി. 7 ലക്ഷത്തിന്റെ ബാങ്ക് ബാധ്യത തീർത്ത് വീടിന്റെ പണി പൂർത്തിയാക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അറിയിച്ചു. ബുധനാഴ്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുടുംബത്തിന് തുക കൈമാറും. ആകെയുള്ള സമ്പാദ്യമായ 14 സെന്റ് പണയപ്പെടുത്തി എടുത്ത ബാങ്ക് വായ്പയിൽ കുടിശ്ശികയായതോടെയാണ് ബാങ്ക് നോട്ടീസ് അയച്ചത്. ജപ്തി ഭീഷണി നേരിടുന്ന കുടുംബത്തിന്റെ സാഹചര്യം റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സാമ്പത്തിക ബാധ്യത CPIM ഏറ്റെടുത്തത്. അത് അവരുടെ കുടുംബത്തിന്റെ ബാധ്യത നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു. അത് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിരുന്നു. കുടുംബത്തിനോടൊപ്പം നിൽക്കുക എന്ന നിലപാടാണ് CPIM സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് നിയമപരമായ എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നതിനും കുറ്റവാളിക്ക് അർഹതയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനും വേണ്ടി ഞങ്ങൾ കൂടെ എന്ന നിലപാട് സ്വീകരിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വലിയ ബാധ്യതയും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പണി പൂർത്തീകരിക്കാതിരിക്കുന്നതും സ്ഥലം അവരിപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് പണി പൂർത്തീകരിക്കാത്ത വീട് ജപ്തി ഭീഷണി നേരിടുന്നു എന്നുള്ള സ്ഥിതിയാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് വീടിന്റെ പണി പൂർത്തീകരിക്കാനും നിലവിലുള്ള ബാങ്ക് ബാധ്യത പൂർണ്ണമായി തീർത്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ആ 31-ാം തീയതി അവിടെ ആ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPIM നടത്തുന്ന റാലി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ആ കുട്ടി ഇതിനാവശ്യമായ തുക അവിടെ വെച്ച് കുട്ടിയുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കും.